ആലുവയിൽ വൻ കഞ്ചാവ് വേട്ട. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 25 കിലോഗ്രാമോളം കഞ്ചാവുമായി 4 ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസ് പിടിയിൽ. ഒഡീഷ സുരത സ്വദേശികളായ കൃഷ്ണനായക്, രാജനായക്, സഞ്ജീബ് നായക്, കണ്ടമാൽ സ്വദേശി നന്ദമാലിക് എന്നിവരെയാണ് റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ആലുവ പോലീസും ചേർന്ന് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കടത്തുകാരെ കസ്റ്റഡിയിലെടുത്തത്. ഒറീഷയിൽ നിന്നാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവന്നത്. ഷോൾഡർ ബാഗിൽ പ്രത്യേക പാക്കറ്റിൽ പൊതിനായിരുന്നു സൂക്ഷിച്ചിരുന്നത്. കിലോയ്ക്ക് 3000 രൂപ നിരക്കിൽ വാങ്ങി 10 ഇരട്ടിയിലേറെ രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. ആലുവയിലും പരിസരങ്ങളിലും വിൽപ്പന നടത്താനായിരുന്നു പരിപാടി. ഇതിനു മുമ്പും ഇവർ കഞ്ചാവ് കടത്തിയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ജെ ഉമേഷ് കുമാർ, ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷ്, ഇൻസ്പെക്ടർ ജി പി മനുരാജ, സബ് ഇൻസ്പെക്ടർമാരായ കെ നന്ദകുമാർ, എൽദോപോൾ, ആർ ബിൻസി, വിഷ്ണു, സി പി ഒമാരായ വി എ അഫ്സൽ, കെ സിറാജുദ്ദീൻ, എൻ എസ് സുധീഷ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഈ വർഷം ഇതുവരെ 500 കിലോഗ്രാമോളം കഞ്ചാവാണ് റൂറൽ ജില്ലയിൽ നിന്നും പോലീസ് പിടികൂടിയത്. 1 കിലോഗ്രാമിലേറെ MDMAയും പിടികൂടി. ഈ വർഷം ഒക്ടോബർ വരെ 3328 മയക്കുമരുന്ന് കേസുകൾ റൂറലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3521 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.